എല്ലാ വഴിക്കും കംസൻ കാണിച്ചതൊന്നും ദുഷ്ടതയല്ല. നിങ്ങളെയും എന്നെയും പ്രതിനിധീകരിച്ച് മാനവ സ്വേച്ഛയ്ക്കപ്പുറം ഒരു ഈശ്വരനുമില്ലെന്ന് സ്ഥാപിക്കുവാനുള്ള വെമ്പലും നെട്ടോട്ടവും. അടുത്ത് നടത്തിയത് ഈശ്വര പാർഷദനായതുകൊണ്ട് അവന് മോക്ഷം കിട്ടി. അതൊരു നാടകവുമായി. കണ്ടിട്ട് ബുദ്ധിയുള്ളവന് പഠിക്കാം. നാം ആരും ഈശ്വര പാർഷദന്മാരല്ല. സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണം എന്ന് ശക്തമായി പറയുന്ന ഇതിഹാസം. മാനവന്റെ വലിപ്പത്തിന് മാനവ ചിന്തകൾക്ക് മാനവന്റെ അഹങ്കാരത്തിന് അല്പം പോലും നിലനിൽപ്പില്ലെന്ന് കാലദേശങ്ങളെ എല്ലാം വെച്ചുകൊണ്ട് ബോധ്യപ്പെടുത്തുന്ന ഒരു ഇതിഹാസം. അങ്ങനെ ബോധ്യപ്പെടുത്തുന്നത് കൊണ്ട് തന്നെയാണ് കൃത്യമായി അറിഞ്ഞിട്ടും ഇവനാണ് എൻ്റെ വധത്തിനുള്ളത്. അധ്യായത്തിനുള്ളിൽ പറഞ്ഞു തുടങ്ങിയാണ് നമ്മൾ മൊത്തത്തിലേക്ക് പോയത്. അങ്ങോട്ടും ഇങ്ങോട്ടും കയറിപ്പോയാൽ എന്നോട് പൊറുക്കുക. കൃത്യമായി ഒരെണ്ണം പറഞ്ഞ് തീർത്ത് മറ്റൊന്ന് പറയുവാനുള്ള ബുദ്ധിയും എൻ്റെ പിടിയിൽ നിൽക്കാത്തത് കൊണ്ടാണെന്ന് ഓർത്ത് എന്നോട് പൊറുക്കുക. ഞാൻ പറയുന്ന വിഷയവും അതാണല്ലോ. നിങ്ങൾ ഏകാഗ്രതയോടുകൂടി ആദ്യം അധ്യായത്തിനുള്ളിലെ കാര്യം കേൾക്കാൻ ഒരുങ്ങിയിട്ട് അതിൽ തുടങ്ങിയ ഞാൻ അതിൽ നിന്ന് തെല്ലുദൂരം അറിയാതെ വിട്ടുപോയിട്ടുണ്ട്. വിട്ടുപോയി എന്നോർത്തത് തന്നെ ഒടുവിലാണ്. പറഞ്ഞത് അധ്യായത്തിനുള്ളിൽ നിന്നുകൊണ്ട് ആദ്യം നോക്കിയാൽ ഈ യുദ്ധരംഗം വീക്ഷിക്കുകയാണ് ഒട്ടേറെ ആളുകൾ. ചാണൂരനുമായുള്ള ഏറ്റുമുട്ടൽ വേളയിലാണ് അവർ ഏറ്റവും കൂടുതൽ വീക്ഷിച്ചത്. വ്രജത്തിൽ നിന്ന് മധുരയിലേക്ക് കടന്നപ്പോൾ തന്നെ മധുരയുടെ സ്വഭാവമൊക്കെ മാറി മറിഞ്ഞിരുന്നു. രചകനെ നിങ്ങൾ ഓർക്കുന്നുണ്ട്, തുന്നൽക്കാരനെയും നിങ്ങൾക്കറിയാം, കുബ്ജയെ നിങ്ങൾക്ക് ചിരപരിചിതമാണ്. എത്ര ജന്മങ്ങൾ, എത്ര അവതാരങ്ങളുടെ കർമ്മങ്ങളിൽ പങ്കാളിയായി വന്നു ഈ കുബ്ജ. ഈ കുബ്ജയുടെ നാവിൽ തന്നെയാണ് മുമ്പൊരിക്കൽ സരസ്വതി നൃത്തം വെച്ചത്. അയോധ്യ മഹാരാജ്യത്ത് ഭക്തോത്തമന്മാരും പരിണതപ്രജ്ഞരുമായ ആയിരം ആളുകൾ ഉണ്ടായിരിക്കെ വസിഷ്ഠന്റെ നാവിനെ പോലും തെരഞ്ഞെടുക്കാതെ സരസ്വതി തെരഞ്ഞെടുത്ത നാവുള്ള കുബ്ജ, അവളെയും നിങ്ങൾക്ക് പരിചിതമാണ്. അന്നത്തെ നാടകത്തിൽ തന്നിലേൽപ്പിച്ച കർത്തവ്യം അതായിരുന്നു എങ്കിൽ
ഇന്നത്തെ നാടകത്തിൽ മറ്റൊരു രംഗമാണ്. വസ്ത്രങ്ങൾ കൊടുത്തതുമെല്ലാം നിങ്ങൾ കണ്ടതാണ്. അല്ല, കുറിക്കൂട്ടുകൾ കൊടുത്തതെല്ലാം നിങ്ങൾ കണ്ടതാണ്. വസ്ത്രം കൊടുക്കാതിരുന്നത് കൊണ്ടാണ് പതുക്കെ ആ രചകന്റെ തല നുള്ളിത്താഴെ വെച്ചത്. ഇതൊക്കെ 12 വയസ്സുള്ളയാളാണ് ചെയ്യുന്നത് എന്നോർക്കണം. ആളുകളുടെ മനസ്സിലൂടെ എന്തെല്ലാം വികാരങ്ങൾ കടന്നു പോകുമെന്ന് ആലോചിക്കണം. ആ വികാരങ്ങൾ ആ കാണുന്ന ആളുകളെ പരിവർത്തനം ചെയ്യിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കണം. അധ്യായത്തിലെ ആശയങ്ങൾക്ക് അതീതമായി പരിവർത്തനം ചെയ്യിച്ചതെല്ലാം ഗ്രന്ഥത്തിൻ്റെതാണ്. അധ്യായാന്തരത്തിൽ ഒതുങ്ങിയതെല്ലാം അധ്യായത്തിൻ്റെതുമാണ്. അങ്ങനെ ഒന്നാണ് മധുരയിലെ ചാപപൂജയുടെ രംഗവേദിയിലേക്ക് എത്തുന്നത്. ചാപഭഞ്ജനം കഴിഞ്ഞു, ഏറ്റുമുട്ടലുമുണ്ടായി. രാജാവ് അയച്ചവര് എല്ലാം പരാജിതരായി. അവസാനം കുവലയാപീഠവുമായും ഏറ്റുമുട്ടി. ഞാൻ കഥയധികം പറഞ്ഞ് നീട്ടണ്ടെന്ന് വെച്ചാണ് ചുരുങ്ങിയ വാക്കുകളിൽ പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും പൂർണ്ണമായി അറിയുന്നതാണ് ഭാഗവതത്തിലെ ഓരോ വാക്കും ഓരോ വരിയും. കഥ പറഞ്ഞ് രസിപ്പിക്കാമെന്ന് വെച്ചാൽ ഞാനൊരു കഥയില്ലാത്ത മനുഷ്യനുമാണ്. അതുകൊണ്ടുകൂടിയാണ്. അതുകൊണ്ട് ആ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. എനിക്കിതിലെ നിങ്ങളോട് പറഞ്ഞു വരാവുന്ന ചില ആശയങ്ങൾ നല്ലതാണോ എന്ന് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങളുടെ അനുഗ്രഹം മേടിക്കാവുന്നവ. ശാപഭഞ്ജനം കഴിഞ്ഞ് ഏറ്റുമുട്ടേണ്ടവരോടെല്ലാം ഏറ്റുമുട്ടി അവരെയെല്ലാം പരാജിതരാക്കി നിൽക്കുന്ന രാമകൃഷ്ണന്മാർ നേരിടേണ്ടി വന്നത് കുവലയാപീഠത്തെയാണ്. ഭൂമിയുടെ സർവകാലത്തെയും അലങ്കാരമാണ്. മൃത്യു അതിൻ്റെ എല്ലാ ഭാവങ്ങളോടും കൂടി നടമാടുന്നത് കുവലയാപീഠത്തിലാണ്. അങ്ങനെ ഒന്നിനെ സ്വായത്തമാക്കിയവനാണ് കംസൻ. എല്ലാ വലിപ്പവും കംസനിൽ ഏകത്ര ചേരുകയാണ്. അത്തരമൊരു മനുഷ്യന്റെ പരാജയമാണ് കൃതി നമുക്ക് തരുന്നത്. നമ്മെപ്പോലൊരാൾ കർമ്മം ചെയ്ത് പരാജയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ കാലം ചതിച്ചു എന്ന് പറയാം, ദേശം ചതിച്ചു എന്ന് പറയാം, ദ്രവ്യം ചതിച്ചു എന്ന് പറയാം. ഇതൊക്കെ നമുക്ക് പറയാം. അദൃഷ്ടത്തെയും കുറ്റം പറയാം. കാരണം കർമ്മത്തിന് 5 ഘടകങ്ങളാണ് യോജിക്കേണ്ടത്. അധിഷ്ഠാനം, കർത്താവ്, കരണം, ചേഷ്ട, ദൈവം. ഇതെല്ലാം ഒത്തുവരുമ്പോൾ മാത്രമാണ് ഒരാൾ വിജയം നേടുന്നത്. ഇവയുടെ ചേർച്ചയോ അവന്റെ പുണ്യത്തിന്റെ മാത്രം ഫലമാണ്. അജയ്യ ബലവാന്മാരായ ഭഗീരഥൻ, രഘു, ശ്രീരാമൻ, ഭീഷ്മൻ
അത്യന്തം തപസ്വികളായ വിശ്വാമിത്രൻ, വസിഷ്ഠൻ, കശ്യപൻ, ആദ്യന്തം പതിവ്രതകളായ മദാലസ, ദ്രുപദജ, സീത, അനസൂയ. കാലമൊന്ന് വിചാരിച്ചേ ഉള്ളൂ. സർവേ കാലകരാള വക്ത്ര ചണക വ്യാപാര സാരംഗത. എന്നെയും നിങ്ങളെയും ഒക്കെ കാലം എടുത്തു മറിച്ചും തിരിച്ചു വിട്ടതാണ്. ശൈശവവും ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവുമായി മാറിമറിഞ്ഞു പോകുന്നത്. ഒന്നും ചെയ്യാനാവാതെ നിൽക്കാനേ ശാസ്ത്രത്തിനും ശാസ്ത്രജ്ഞനും മനുഷ്യനും പറ്റൂ. എത്ര ദിഗന്ധങ്ങളെ നടുക്കുന്ന ശാസ്ത്രങ്ങൾ എത്ര ആവർത്തനത്തിൽ യുഗപത് സംഭവങ്ങളായി പരിണമിച്ചാലും കാലത്തെപ്പോലും അതിക്രമിക്കുവാൻ മാനവനാവില്ല. അവിടെയാണ് എല്ലാം തികഞ്ഞ കാലദേശങ്ങളെ തന്റെ ചൊൽപ്പടിയിൽ നിർത്താൻ കഴിയുമെന്ന് കരുതുന്ന യമനെ വരെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് തീരുമാനിച്ചിട്ടുള്ള, കൊല്ലുവാനല്ലാതെ കൊല്ലപ്പെടുവാൻ യോഗ്യനല്ലെന്ന് ബോധ്യപ്പെടുത്തിയിട്ടുള്ള, കംസൻ മുമ്പിലേക്ക് നിർത്തിയ കുവലയാപീഠം നിസ്സാരമായി തകരുന്നത്. മുഷ്ടിക ചാണൂരന്മാരുടെ ആഗമനമാണ്. ചാണൂരനുമായി ഏറ്റുമുട്ടുമ്പോഴാണ് മധുര തിളയ്ക്കുന്നത്. സഭാമര്യാദകളെല്ലാം തെറ്റിയിരിക്കുന്നു എന്ന ആളുകൾ വിചാരിക്കുന്നതും അവിടെയാണ്. ഈ അധ്യായം നമുക്ക് തരുന്ന സുഭാഷിതങ്ങളിൽ ഒന്നാമത്തതും അതാണ്. സഭകളിൽ പോകുമ്പോൾ അവിടെ നടക്കുന്നത് ധർമ്മമല്ല എങ്കിൽ പറയാമോ, പറയാൻ വയ്യയോ എന്ന് ധർമ്മിഷ്ഠർക്ക് സംശയം തോന്നും. പറയാതിരുന്നാൽ അതിന്റെ പാപം ഏറ്റുവാങ്ങി തിരിച്ചു പോകണം. പറഞ്ഞാലോ സഭാമര്യാദ പാലിക്കാത്തതിന്റെ പാപമേറ്റുവാങ്ങി തിരിച്ചു പോകണം. സഭയെ നിയന്ത്രിക്കുന്നവരെ അനുസരിക്കണം. ഇങ്ങനെയുള്ളതൊക്കെ സഭയിലുണ്ട്, ജനനത്തിലുമുണ്ട്. മാതാവ് പൂർവരൂപവും പിതാവ് ഉത്തരരൂപവുമാണ്. മാതാവും പിതാവും ആചാര്യനും ഈശ്വരനാണ്. മാതാവിനെ അനുസരിക്കണം, പിതാവിനെ അനുസരിക്കണം, ആചാര്യനെ അനുസരിക്കണം. ശ്രുതിയാണ്. ഇവർ തെറ്റ് ചെയ്താലോ, അധർമ്മം കാണിച്ചാലോ മാതാവും പിതാവും പുത്രനും എല്ലാം അടങ്ങുന്ന കുടുംബങ്ങളുടെ നാഥൻ രാജാവാണ്. രാജകീയ ശാസനകൾക്കെതിരായി വ്യക്തിയും കുടുംബവും വന്നാലോ
എന്തു ചെയ്യണം? അച്ഛനമ്മമാരെയും കുടുംബത്തെയും വിട്ട് ധാർമ്മികമായ രാജശാസനത്തിന് അംഗീകാരം നൽകണമോ? മാതാവും പിതാവുമല്ല, രാജാവ് വഴിതെറ്റിയല്ലോ. രാജകീയ നിയമങ്ങൾ, സ്മൃതികൾ അവ തെറ്റിയാൽ എന്ത് ചെയ്യും? ഈ കാലഘട്ടം അതിൻ്റെ കാലഘട്ടവും കൂടിയാണ്. കാരണം നിങ്ങളുടെ ഭരണകൂടങ്ങൾ സെക്കുലറാണ്. എന്താണ് ആ പദത്തിൻ്റെ അർത്ഥം? നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാ ഇംഗ്ലീഷ് ഡിക്ഷണറിയും എടുത്തു നോക്കുക. പരലോകത്തിലും ഈശ്വരനിലും വിശ്വാസമില്ലാതെ റൂൾസിലും റെഗുലേഷൻസിലും മാത്രം വിശ്വസിക്കുന്ന ഭരണ സംവിധാനത്തെയാണ് സെക്കുലർ എന്ന് പറയുന്നത്. ധർമ്മേതരമായാൽ എന്ത് ചെയ്യണം? ഇതിനെല്ലാം ഉപരി ഒരു ഈശ്വര നിയമമുണ്ട്. ഏത് ഈശ്വരൻ? ശബളനായ ഈശ്വരൻ. ഭാരതീയ ദർശനം ഈശ്വരനെ രണ്ടായി കാണുന്നു. ഒന്ന് കേവലൻ, രണ്ട് ശബളൻ. കർത്തും അകർത്തും അന്യഥാ കർത്തും സമർത്ഥ ഈശ്വര. കർത്തും അകർത്തും അന്യഥാ കർത്തും സമർത്ഥ ഈശ്വര. അതറിഞ്ഞ് കഴിഞ്ഞവർക്ക് വേണം കേവലനായ ഈശ്വരനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ. അല്ലാതെ പരിചയപ്പെടുത്തി കൊടുത്താൽ ധർമ്മനീതികൾ താറുമാറാവും. കുട്ടിക്കാലത്ത് അത് പഠിച്ച് സംസ്കാരമൊക്കെ വന്ന് വർണ്ണാശ്രമ ചിന്തകളിലൂടെ എല്ലാം കടന്ന് വർണ്ണാശ്രമ ചിന്തകളെ എല്ലാം അതിക്രമിച്ച് സകല ദ്വാരങ്ങളും വഴി ആ ആത്മപ്രകാശം ജാജ്വല്യമാനമാകുമ്പോൾ വേണം കേവലനായ ഈശ്വരനെ അറിയാൻ ശ്രമിക്കാൻ. കർത്തും അകർത്തും അന്യഥാ കർത്തും ചെയ്യുന്നവൻ, ചെയ്യാതിരിക്കുന്നവൻ, വേറൊരു വിധത്തിൽ ചെയ്യുന്നവൻ. കാളിദാസൻ ഇത് എഴുതിയിട്ടുണ്ട്. സുതം പദന്തം എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൽ, ശ്ലോകം പറഞ്ഞ് നേരം കളയുന്നില്ല. ഭർത്താവ് യാഗം ചെയ്തുകൊണ്ടിരിക്കുക, യാഗാഗ്നിയിലേക്ക് ഓരോന്നിട്ടുകൊണ്ടിരിക്കുക. പെട്ടെന്നാണ് ഒരു നെഞ്ചിന് വേദന വന്നു, മറിഞ്ഞു വീണു. ഭാര്യ ഓടിച്ചെന്ന് ഭർത്താവിനെ എടുത്ത് മടിയിൽ വെച്ചിരിക്കുക, നെഞ്ചു തിരുമ്മി കൊടുക്കുക. കുട്ടി എഴഞ്ഞു നീങ്ങി അഗ്നിയിലേക്ക് വീഴാൻ പോവുക. ഭർത്താവിൻ്റെ തലയെടുത്ത് താഴെ വെച്ചാൽ കുട്ടി തീയിൽ പോയി മരിക്കും. കുട്ടിയെ രക്ഷപ്പെടുത്താൻ പോയാൽ ഭർത്താവ് മരിക്കും. കണ്ണടച്ചു പരമേശ്വരനോട് പ്രാർത്ഥിച്ചു. കുട്ടി തീയിൽ കളിക്കാൻ തുടങ്ങി. ഭാഗവത സത്രത്തിലൊക്കെ വന്നാലും നിങ്ങളിത് വിശ്വസിക്കില്ല, ഇതൊക്കെ കഥയാണെന്ന് പറയും. ഈശ്വരനെയൊക്കെ വിശ്വസിക്കാം ഒരതിര് വരെ. അതിരേതാ? അതിരേതാണ്?
നമ്മുടെ അല്പബുദ്ധിക്ക് എരിവ് പകർന്നു തരുന്നിടം വരെ. അതിനപ്പുറം ഒരു ഈശ്വരനും മണ്ണാങ്കട്ടിയൊന്നുമില്ല. ഇത്രയും നമ്മൾ വിശ്വസിക്കുകയുള്ളൂ. ഇതല്ല, അഗ്നിയുടെ ചൂടിനെ മാറ്റുന്ന ഈശ്വരൻ. അതുകൊണ്ടാണ് ഇന്നും വടക്കൻ കേരളത്തിലെ തെയ്യങ്ങളൊക്കെ തീച്ചാമുണ്ടിയും മറ്റും തീക്കകത്ത് ചാടുന്നത്. അവർക്ക് അഗ്നിക്ക് ചൂടില്ല. അഗ്നിക്ക് ചൂടാണ്. അതിന്റെ ചൂടില്ലാതാക്കുക, അന്യഥാ കർത്തും. വിഷത്തിന് ശക്തിയില്ലാതാക്കുക. അതറിയണമെങ്കിൽ ആദ്യകാല കൃഷ്ണചൈതന്യനിലൂടെ സഞ്ചരിച്ചാൽ പോരാ, മീരയിലൂടെ സഞ്ചരിക്കണം. അല്ലെങ്കിൽ അവസാനകാല കൃഷ്ണചൈതന്യനിലൂടെ സഞ്ചരിക്കണം. അങ്ങനെയുള്ള ഒരു ഈശ്വര സങ്കല്പത്തെയാണ് ഭാഗവതകാരൻ അവതരിപ്പിക്കുന്നത്. ആദ്യന്തം ആ ഈശ്വരനെ കാണാനാണ് അക്രൂരൻ വെമ്പൽ കൊണ്ടത്. കർത്തും അകർത്തും അന്യഥാകർത്തും സമർത്ഥനായ സാക്ഷാൽ ജഗതീശ്വരനെ കാണാനാണ് അക്രൂരൻ വെമ്പൽ കൊണ്ടത്. അക്രൂരൻ അങ്ങനെയുള്ള ഒരു ഈശ്വരന്റെ അടുക്കലേക്ക് പോകാനാണ് ആഗ്രഹിച്ചത്. കൃത്യമായ അക്രൂരനെ തന്നെയാണ് കംസൻ തെരഞ്ഞെടുക്കുന്നത്. അക്രൂരൻ അവിടെ ചെന്നപ്പോൾ തന്നെ അക്രൂരൻ അറിയാം, ഈ കുഞ്ഞിന്റെ നാഭിപത്മത്തിൽ നിന്നുള്ള താമരയിലാണ് ബ്രഹ്മാവ് വിശ്രമിക്കുന്നത്. അതിന് തെല്ലും സംശയമില്ല. ഈ മഹാപുരുഷൻ തന്നെയാണ് വിരാട് പുരുഷനായി നിലകൊള്ളുന്ന പുരുഷോത്തമനെന്നും അക്രൂരന് കൃത്യമായി തിരിച്ചറിയാം. മീനായതും ആമയായതും സൂകരമായതും എന്തിന് ബുദ്ധനായതും കൽക്കിയാകാൻ പോകുന്നതും ഈ മഹാപുരുഷൻ തന്നെ എന്നറിഞ്ഞാണ് സ്തുതിച്ചത്. ആ സ്തുതിയുടെ ഓരോ അംശത്തിലും വിരാട് വിശ്വരൂപമാണ് അക്രൂരൻ ദർശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വ്രജത്തിൽ നിന്ന് ചലിക്കുവാൻ കണ്ണന് പറ്റിയത്. ഇന്നലെ വരെ വ്രജഗോപികളുടെ മാത്രം അന്തരംഗത്തിൽ നിന്ന് കണ്ണൻ ഇന്ന് വ്രജഗോപികൾ അറിയും വിധം നഖലു ഗോപിക നന്ദനോ ഭവാൻ, അഖിലദേഹിനാം അന്തരാത്മദൃക്, ഇതൊരു വികാസമാണ്. ശബളരൂപനായ ഈശ്വരന്റെ ശബളത അങ്കുഷ്ടമാത്രമായി ഹൃദയാരവിന്ദത്തിൽ നിന്ന് വിശാല വിശ്വത്തിലെ സകല ചരാചരങ്ങളും ചേർന്ന സമുദായ പുരുഷനായി വികസിക്കുക. ഈ വികസിച്ചു കാണുന്ന ഒരു വ്രതമുണ്ട്. പൗരാണിക ഭാരതം ഈ വ്രതം കൊണ്ട് അങ്കിതമായിരുന്നു. ഇന്ന് ആരെങ്കിലും അത് ചെയ്യുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല. അനന്ത ചതുർദശി വ്രതം. അത് ചെയ്യാതെ, അത് കഴിയാതെ ഒരു ദീക്ഷയും അനന്ത മഹാപുരുഷനെ അറിയാൻ
പ്രേരണ നൽകില്ല എന്നാണ് അസ്മാദൃശ്യന്മാരായ ആചാര്യന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. കേട്ടത് മാത്രമാണ് ഞാൻ പറയുന്നത്. തന്നെ പൃഥക്കരിക്കാൻ പഠിക്കണം. തന്റെ ജാഗ്രത് സ്വപ്ന സുഷുപ്തികളെ പൃഥക്കരിക്കുവാനും അതിൽ വേറിട്ട് കാണുന്ന ചേതനകളെ അപഗ്രഥിക്കുവാനും തന്റെ കോശങ്ങളെ പൃഥക്കരിച്ച് പഠിക്കുവാനും കോശാന്തര വ്യാപാരങ്ങളെ അതിക്രമിക്കുവാനും കഴിഞ്ഞിട്ട് ഇന്ദ്രിയങ്ങളെയും ഭൂതങ്ങളെയും ഭൂത തന്മാത്രകളെയും അതിക്രമിച്ച മാനവ ബുദ്ധി ത്രിഗുണാത്മികയായ തന്റെ പ്രകൃതിയെ അറിഞ്ഞ് ത്രിഗുണങ്ങളെ അഹങ്കാരത്തിൽ ഏകീഭവിപ്പിച്ചിട്ട് അതുവരെയുള്ള വികൃതികൾ മുഴുവൻ പ്രകൃതി വികൃതിയായ അഹങ്കാരത്തിലും മഹത്തത്വത്തിലും പ്രകൃതി മാത്രമായ ഭഗവന്മായ മാത്രമായ മൂലപ്രകൃതിയിലും ചെന്ന് ലയിച്ചു നിൽക്കുമ്പോൾ ഹസിതക്ഷണങ്ങളോടുകൂടി ആ മഹാപുരുഷൻ സ്വീകരിക്കുന്ന ഒരു സമയമുണ്ട്. കംസനുമായി കൃഷ്ണൻ ഏറ്റുമുട്ടിയത് ആയുധങ്ങളോടുകൂടിയല്ല. അതുകൊണ്ടൊരു സാധാരണ യുദ്ധമല്ലത്. കംസൻ ഈ യുദ്ധം തുടങ്ങിയത് കൃഷ്ണൻ വന്നതിന് ശേഷവുമല്ല. എന്ന് ഈ ദൃശ്യപ്രപഞ്ചം കാണാൻ തുടങ്ങിയോ അന്ന് തുടങ്ങിയ യുദ്ധമാണിത്. ഞാനും നിങ്ങളും ഈ യുദ്ധക്കളത്തിലാണ്. എന്തെല്ലാം ദൃശ്യങ്ങൾ എത്ര കാണുന്നുവോ അതിലെല്ലാം നാം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്നങ്ങളായ വാസനകൾ, ഇന്ദ്രിയജനിത അനുഭവോൽപ്പന്നമായ ജാഗ്രത്തിൽ വിഷയമല്ലാതെ നമുക്ക് വേറൊന്നുമില്ല. ശാസ്ത്രദർശനങ്ങൾ വരെ വിഷയീകരിച്ച് മനസ്സിലാക്കാനല്ലാതെ നമുക്കാവില്ല. ഇന്ദ്രിയജനിത അനുഭവങ്ങളുടെ ജാഗ്രത്, മഹാജാഗ്രത്, ബീജജാഗ്രത്, ജാഗ്രത് സ്വപ്നം, ഇതെല്ലാം ജാഗ്രത്. ഇന്ദ്രിയജനിതങ്ങളായ അനുഭവങ്ങൾ വെറുതെ ഇരിക്കുന്നില്ല. ജാഗ്രത്തിൽ അനുഭവിച്ച് തീരുമെന്നും വിചാരിക്കണ്ട. ഇന്ദ്രിയജനിത അനുഭവോൽപ്പന്ന വാസനകൾ ഉത്ബുദ്ധങ്ങളാവും. അത്രൈഷ ദേവഃ സ്വപ്നേ മഹീമാനം അനുഭവതി യദൃഷ്ടം ദൃഷ്ടം അനുപശ്യതി ശ്രുതം ശ്രുതമേവ അനുശൃണോതി ദേശദിഗന്തരശ്ച പ്രത്യനുഭൂതം പ്രത്യനുഭവതി. ദൃഷ്ടം ച അദൃഷ്ടം ച ശ്രുതം ച അശ്രുതം ച അനുഭൂതം ച അനനുഭൂതം ച സച്ച അസച്ച സർവം പശ്യതി സർവഃ പശ്യതി. ഒന്ന് കട്ടിലിൽ കയറി കിടന്നുറങ്ങി നോക്കി, അരമണിക്കൂറേ ഉറങ്ങിയുള്ളൂ. 50 കൊല്ലത്തെ ജീവിതത്തിന്റെ ദർശനമാണ് ഉണ്ടായത് സ്വപ്നത്തിൽ. സൂര്യൻ അസ്തമിച്ചു, ചന്ദ്രൻ അസ്തമിച്ചു, അഗ്നി കെട്ടടങ്ങി, വാക്കുകൾ പിൻവാങ്ങി. എന്തിന് സൂര്യൻ, എന്തിന് വിഷയലോകം, എന്തിന് ചന്ദ്രൻ, എന്തിന് കത്തിച്ചു വെച്ച വിളക്ക്, എന്തിന് കാണാനുള്ള ഇന്ദ്രിയങ്ങൾ, ഇതൊന്നും വേണ്ട. സൂര്യനെയും ചന്ദ്രനെയും അഗ്നിയെയും വാക്കിനെയും വിട്ടിട്ട് വിഷയങ്ങളിൽ രമിക്കുന്നു.